ഹലോ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലോയുടെ തേർഡ് മൊഡ്യൂളിലെ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 ഫെമ 1999 അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചാർട്ട് നോക്കിക്കേ. അതായത് ഈ ഫെമ എന്ന് പറയുന്ന ആക്ടിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട് പെർമിസിബിൾ ട്രാൻസാക്ഷൻസ്. പിന്നെ കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ 3 ഷെഡ്യൂൾസ് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിലാണെങ്കിൽ 2 ഷെഡ്യൂൾസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അതായത് ഈ ഫെമ എന്ന് പറയുന്ന ആക്ട് എങ്ങനെ വന്നു, എപ്പോൾ വന്നു, അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ ആവശ്യകത അതാണ് പറയുന്നത്. അതായത് ദി നീഡ് ഫോർ മാനേജിങ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻ ദി കൺട്രി ഇൻ ആൻ ഓർഡർലി മാനർ ടു ഫെസിലിറ്റേറ്റ് ക്രോസ് ബോർഡർ ട്രേഡ് ആൻഡ് ക്രോസ് ബോർഡർ ക്യാപിറ്റൽ ഫ്ലോസ് എക്സ്ചേഞ്ച് കൺട്രോൾ ലോ വാസ് റിക്വയർഡ്. അതായത് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് അത് ആ ഒരു ആക്ട് നിലവിൽ വന്നതിൻ്റെ കാര്യം, അതായത് രാജ്യത്തെല്ലായിടത്തും ഈ ഫോറിൻ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടല്ലോ. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ഒരു ഓർഡർലി മാനറിലാക്കാൻ, അതെല്ലാം ഒരു കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫെസിലിറ്റേറ്റ് ക്രോസ് ബോർഡർ ട്രേഡ്. ക്രോസ് ബോർഡർ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് വേറെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിപരമായ ട്രേഡ്. പിന്നെ ക്രോസ് ബോർഡർ ക്യാപിറ്റൽ ഫ്ലോസ്, അതായത് ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുമ്പം അവർ തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കും, ക്യാഷ് അല്ലെങ്കിൽ മറ്റു തരത്തിൽ ട്രാൻസാക്ഷൻ നടത്തും, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ എന്താണ്, ഒരു എക്സ്ചേഞ്ച് കൺട്രോൾ ലോ വാസ് റിക്വയർഡ്. അതായത് ഇങ്ങനെയൊക്കെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഇതിനെല്ലാം ഗൈഡ് ചെയ്യാനായിട്ട് ഒരു ലോ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി ഉണ്ടായിട്ടുള്ളത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫെറ എന്ന് പറയുന്ന ഈ ഫെമ എന്ന് പറയുന്ന ആക്ടിന് മുന്നേ ആയിട്ട് ഒരു ഫെറ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. അപ്പം ഈ ഫെമേനെ കമ്പയർഡ് ടു ഫെമ, ഈ ഫെറ എന്ന് പറയുന്നത് ഇച്ചിരി കൂടി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളതായിരുന്നു, ഇച്ചിരി കൂടി ഭയങ്കര കൺട്രോളിങ് ആയിരുന്നു. അപ്പം അതിൻ്റെ ആ കൺട്രോൾ കാരണം പുറത്തു നിന്നുള്ള കൺട്രിക്കൊക്കെ ഈ നമ്മുടെ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് നടത്താനും ഒക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ ഒന്ന് അയക്കാനായിട്ട് ഒരു ചെറിയൊരു റിലാക്സേഷൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫെമ എന്ന് പറയുന്ന ഒരു ആക്ട് വന്നത്. അപ്പോൾ ഈ ഫെറ എന്ന് പറയുന്ന ആക്ട് 1973 ഒരു MCQ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ നെക്സ്റ്റ് പേജിൽ കണ്ടില്ലേ, ഈ ഫെമ എന്ന് പറയുന്ന 1999 ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്, അത് ഇനാക്ട് ചെയ്തത്, അത് എഫക്റ്റീവായിട്ട് വന്നത് 1 ജൂൺ 2000 അതിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ അതിൻ്റെ ചില സാലിൻ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഈ ഫെമ എന്ന് പറയുന്ന ആക്ട്, അതായത് ഈ ഫോറിൻ എക്സ്ചേഞ്ച് നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്, ഒരു റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും തമ്മിലാണ്. അതായത് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയും വേറൊരു കൺട്രിയും തമ്മിലാണെങ്കിൽ ഒരു ഇന്ത്യൻ റെസിഡൻറ്റും പുറത്തുള്ള റെസിഡൻറ്റ് തമ്മിലായിരിക്കും ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഫീച്ചറാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ബൈ നോൺ റെസിഡൻറ്റ് ആൻഡ് ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഇന്ത്യൻ റെസിഡൻറ്റ്. അതായത് ഇത്ര ഓർത്താൽ മതി, ഇന്ത്യയിലോട്ട് ഒരു പുറത്തു നിന്നുള്ള ഒരാൾ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും പിന്നെ ഇന്ത്യയിലുള്ള ഒരാൾ പുറത്ത് പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ഈ ആക്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഫീച്ചറാണ് ഫ്രീലി പെർമിസിബിൾ ട്രാൻസാക്ഷൻ ഓഫ് കറണ്ട് അക്കൗണ്ട്. അതായത് നമ്മൾ ഈ ചാപ്റ്റർ ഫസ്റ്റ്ലി കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കറണ്ട് അക്കൗണ്ടെന്നും ക്യാപിറ്റൽ അക്കൗണ്ടും തിരിച്ചിട്ടുണ്ട്. അപ്പം കറണ്ട് അക്കൗണ്ട് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്ന് നമ്മൾ പിന്നെ പഠിക്കും. അതായത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനൊക്കെ വളരെ ഫ്രീലി പെർമിസിബിൾ വേയിൽ നടത്താനായിട്ട് പറ്റും. ആ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടതെല്ലാം ഈ ഫെമയുടെ ആക്ടിൻ്റെ അണ്ടറിൽ വരും. പിന്നെ അടുത്ത ഫീച്ചറാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ഓവർ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് RBIയും സെൻട്രൽ ഗവൺമെൻറ്റും ആയിരിക്കും. പിന്നെ അടുത്ത പോയിൻ്റാണ് റിക്വയർമെൻറ്റ് ഫോർ റിയലൈസേഷൻ ഓഫ് എക്സ്പോർട്ട് പ്രൊസീഡ്സ് ആൻഡ് റിപ്പാട്രിയേഷൻ ടു ഇന്ത്യ. അതായത് ഈ എക്സ്ചേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ച് നടത്തി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചെന്താ കിട്ടും, ട്രാൻസാക്ഷൻസ്, അതായത് തിരിച്ച് നമുക്ക് എന്ത് റിട്ടേൺ കിട്ടുമല്ലോ. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കാശ് കിട്ടുമല്ലോ നമുക്ക്. അപ്പം എക്സ്പോർട്ട് പ്രൊസീഡ്സ് എന്നാണ് അതിന് പറയുന്നത്. എക്സ്പോർട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ക്യാഷ് കിട്ടും. അപ്പോൾ ആ ക്യാഷ് കിട്ടുന്നത് ഫോറിനിലേക്കാണ്. നമ്മളൊരു ട്രാൻസാക്ഷൻ ഒരു എക്സ്ചേഞ്ച് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ കറൻസിയിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. അപ്പം നമുക്കത് ഇന്ത്യൻ മണിയിലേക്ക് ആക്കണം. അപ്പോൾ ഇന്ത്യൻ മണിയിലേക്ക് ആക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അടുത്ത പോയിന്റ് നോക്കി, ഡീലിംഗ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ത്രൂ ഓതറൈസ്ഡ് പേഴ്സൺ ലൈക്ക് ഓതറൈസ്ഡ് ഡീലർ, മണി ചേഞ്ചർ, ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്. അതായത് ഈ എക്സ്പോർട്ട് പ്രൊസീഡ്സ് കിട്ടുന്ന ക്യാഷ് അതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഫെമയുടെ ആക്റ്റിലാണ്. അതുപോലെ തന്നെ ഈ കിട്ടുന്ന ക്യാഷ് ഫോറിൻ മണിയിലാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്തത് ഇന്ത്യൻ മണിയിലേക്ക് ആക്കണം. അത് ചുമ്മാ കൊണ്ടുപോയി നമുക്ക് കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതൊരു ഓതറൈസ്ഡ് പേഴ്സൺ വഴിയെ നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാനും ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിങ്സ് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഈ ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതറൈസ് ആയിട്ടുള്ള ഡീലർ ആയിരിക്കണം, അല്ലെങ്കിൽ മണി ചേഞ്ചർ ആയിരിക്കണം, ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് ആയിരിക്കണം. അടുത്താണ് അഡ്ജുഡിക്കേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസ്. അതായത് ഈ ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒഫൻസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒഫൻസിന് വരുന്ന പണിഷ്മെൻറ്റ്, കോമ്പൗണ്ടിങ്, പെനാൽറ്റി, പണിഷ്മെൻറ്റ്, അതെല്ലാം ഈ ഫെമയുടെ അണ്ടറിലാണ് വരുന്നത്. ഈ ഫെമ എന്ന് പറയുന്ന ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്.
പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഒഫൻസസ് ബൈ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ്. അതായത് ഈ ഫെമയുമായി ബന്ധപ്പെട്ട്, അതായത് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒഫൻസസ്, എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ആയിരിക്കും. അല്ല സെൻട്രൽ ഗവൺമെൻറ്, RBI തുടങ്ങിയവരൊന്നും അല്ല. അത് പ്രത്യേകം ഓർത്തിരിക്കുക, ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട പണിഷ്മെൻറ്റ് ചെയ്യുന്നത്. പണിഷ്മെൻറ്റ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, അതായത് ഒഫൻസസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പീൽ പ്രൊവിഷൻസ് ഇൻക്ലൂഡിങ് സ്പെഷ്യൽ ഡയറക്ടർ ആൻഡ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ. അതായത് എന്തെങ്കിലും പ്രൊവിഷൻസ് എങ്ങനെ, എപ്പോൾ, എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ അപ്പീൽ, അതിനെ പറ്റിയൊക്കെയാൽ ഫെമയിൽ ഈ ഫെമ എന്ന് പറയുന്ന ആക്റ്റിലാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് പേജ് ചെറിയൊരു ചാർട്ടാണ്. അതിൻ്റെ താഴെ കണ്ടു റൂൾസ് ആർ നോട്ടിഫൈഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് ഇതിലെ റൂൾസൊക്കെ നോട്ടിഫൈ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് റൂൾസ് എല്ലാം നോട്ടിഫൈ ചെയ്യുന്നത്. പിന്നെ റെഗുലേഷൻസ് ഒക്കെ നോട്ടിഫൈ ചെയ്യുന്നത് RBI ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, വല്ല MCQ അങ്ങനത്തെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ നോക്കിയേ, പ്രിയാമ്പിൾ എക്സ്റ്റെൻഡ് ആപ്ലിക്കേഷൻ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് 99. അതായത് അതിൻ്റെ എന്താണ്, this act is consolidated and amend the law relating to foreign exchange with the objective of facilitating external trade and payment and for promoting orderly development and maintenance of foreign exchange market in India. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ടിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് എക്സ്റ്റേണൽ ട്രേഡ്, അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റിനൊക്കെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുക, പിന്നെ നല്ലൊരു പ്രൊമോട്ട് ചെയ്യുക, ആ ഒരു ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക, അതൊരു നല്ല കറക്റ്റായിട്ടൊരു ഓർഡർലി മാനർലി ആക്കാനായിട്ടും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഫെമ എന്ന് പറയുന്ന ആക്ട് നിലവിൽ വന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ നെക്സ്റ്റ് എക്സ്റ്റെൻഡ് ആൻഡ് ആപ്ലിക്കേഷൻ സെക്ഷൻ 1 എന്താണ് പറയുന്നത് നോക്കാം. സെക്ഷൻ 1 പറയുന്നത് FEMA1999 extend to the whole of India. In addition, it shall also apply to all branches, offices and agencies outside India owned or controlled by a person resident in India, and also to any contravention thereunder committed outside India by any person to whom this act applies. ഈ ഫെമ എന്ന് പറയുന്ന ഈ ആക്ട് FEMA1999 അതാണ് ആക്ടിൻ്റെ പേര്. ഫെമ എന്ന് മാത്രമല്ല, അതായത് ഇത് ഇത്രയേ ഉള്ളൂ പറയണത്. FEMA1999 എന്ന് പറയുന്ന ആക്ട് ഇന്ത്യയിൽ മൊത്തത്തിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് എക്സ്റ്റെൻഡ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ ആക്ടിൻ്റെ ആപ്ലിക്കബിലിറ്റി വരും. പിന്നെ പറയുന്നത് ഒരു ഇന്ത്യൻ റെസിഡൻറ്റിന് ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും ബ്രാഞ്ചസോ ഓഫീസസോ ഏജൻസീസോ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഇന്ത്യൻ റെസിഡൻ്റാണ്. അങ്ങനെ ഇന്ത്യൻ റെസിഡൻറ്റ് കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ അവരും ഈ ഫെമയുടെ അണ്ടറിൽ വരും. പിന്നെ ഇന്ത്യക്ക് പുറത്ത് വെച്ച് എന്തെങ്കിലും ഇവർ ഈ കോൺട്രാവെൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഫെമയുടെ കീഴിൽ വരുന്ന എന്തെങ്കിലും തരത്തിൽ ഫെമയുടെ അണ്ടറിൽ ആയിട്ടുള്ള അവർ എന്തെങ്കിലും കോൺട്രാവെൻഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അവരും ഈ ഫെമയുടെ അണ്ടറിൽ വരും. കാരണം എന്താണ്, ഈ കോൺട്രാവെൻഷൻ ആര് നടത്തിയാലും, ഇപ്പം പുറത്തുള്ള ആളാണ് ഈ കോൺട്രാവെൻഷൻ നടത്തിയെങ്കിലും അത് ഓൺ ചെയ്യുന്നത് ആരാണ്? റെസിഡൻ്റാണ്, നമ്മുടെ ഇന്ത്യൻ റെസിഡൻ്റാണ്. സോ ഫെമയുടെ ആപ്ലിക്കബിലിറ്റി വരും. അത് തന്നെയാണ് താഴെ പറഞ്ഞേക്കുന്നുണ്ടോ, കോൺട്രാവെൻഷൻ ഓഫ് ദ ഫെമ കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ എ പേഴ്സൺ ടു ഹൂം ദിസ് ആക്ട് അപ്ലൈസ് വിൽ ഓൾസോ ബി കവർഡ് ബൈ ഫെമ. അതായത് തെറ്റ് ചെയ്ത ആൾ ഇപ്പം ഫെമയുടെ അണ്ടറിലാണ്, ഓൾറെഡി ഇപ്പോൾ ആ കമ്പനി ഫെമയുടെ അണ്ടറിലാണ്. അപ്പം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിപ്പം ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും ഇപ്പോൾ ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫെമയുടെ അണ്ടറിൽ വരും. പിന്നെ ഈ സെക്ഷൻ 2 പറയുന്നത് ഡെഫിനീഷൻസ് ആണ്. ഡെഫിനീഷൻസ് ഫസ്റ്റ് ഡെഫിനീഷനാണ് ഓതറൈസ്ഡ് പേഴ്സൺ. നമ്മൾ ആദ്യം പഠിച്ചു ഈ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് സംഭവങ്ങളെല്ലാം നടത്തേണ്ടത് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ വഴി ആയിരിക്കണം. അപ്പോൾ ഈ ആരാണ് ഓതറൈസ്ഡ് പേഴ്സൺ? അതായത് ഒന്നെങ്കിൽ ഒരു ഡീലർ, ഓതറൈസ് ആയിട്ടുള്ള മണി ചേഞ്ചർ, ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണ് ഓതറൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതായത് സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺ ആണെങ്കിൽ അവരെയും ഈ ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറയാൻ പറ്റും. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ സെക്യൂരിറ്റീസ് ഒക്കെ ഡീൽ ചെയ്യാനായിട്ടാണ് ഈ ഓതറൈസ്ഡ് പേഴ്സൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡെഫിനീഷൻ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞായിരുന്നു കുറേ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനെ പറ്റി. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഇറ്റ്സ് മീൻസ് എ ട്രാൻസാക്ഷൻ which alters the asset or liabilities including contingent liabilities outside India of a person resident in India or asset or liabilities in India of a person resident outside India and include transaction referred to section. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഇന്ത്യൻ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ, അതായത് ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് ഒരു അസറ്റോ ലയബിലിറ്റീസോ ഇൻക്ലൂഡിങ് കണ്ടീജൻ്റ് ലയബിലിറ്റീസും വല്ലതും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ, ഇവിടെ ഓൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ബൈയിങ് ഓർ പർച്ചേസിങ് എന്നൊക്കെയാണ്. അപ്പം ഒരു ഇന്ത്യൻ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറയും. പിന്നെ ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ലയബിലിറ്റീസ് അസറ്റ്സ് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അവരെയും ആ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറയും. പിന്നെ അടുത്താണ് കറൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കറൻസീസ്, അതായത് കറൻസി നോട്ട്, പോസ്റ്റൽ നോട്ട്സ്, പോസ്റ്റൽ ഓർഡേഴ്സ്, മണി ഓർഡേഴ്സ്, ചെക്ക്, ഡ്രാഫ്റ്റ്, നമുക്കറിയാവുന്ന നമ്മുടെ അക്കൗണ്ട്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ചെക്സ്, അതിനെയൊക്കെയാണ് കറൻസീസ് എന്ന് പറയുന്നത്. അതൊക്കെ റിസർവ് ബാങ്ക് നോട്ടിഫൈ ചെയ്തിട്ടുള്ളതായിരിക്കണം. അപ്പം കറൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ ഇത് എഴുതി വെക്കാൻ നോക്കണം, നമ്മൾ അക്കൗണ്ട്സിലുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ കറൻസി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇൻക്ലൂഡ്സ് ക്യാഷ് ഇൻ ദ ഫോം ഓഫ് കോയിൻസ്, ബാങ്ക് നോട്ട്സ്, സംഭവങ്ങളൊക്കെ. പിന്നെ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് മീൻസ് എ ട്രാൻസാക്ഷൻ അതർ ദാൻ എ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ അല്ലാത്ത എന്തും കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഈ താഴെ കൊടുത്തേക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. പേയ്മെൻറ്റ് ഡ്യൂ ഇൻ കണക്ഷൻ വിത്ത് ഫോറിൻ ട്രേഡ്, അതർ കറണ്ട് ബിസിനസ് സർവീസസ് ആൻഡ് ഷോർട്ട് ടൈം ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ ദ ഓർഡർ കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട്, എന്തെങ്കിലും കറണ്ട് ബിസിനസ് സർവീസുമായി ബന്ധപ്പെട്ട്, എന്തെങ്കിലും ബാങ്കിങ് ക്രെഡിറ്റ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ്. പിന്നെന്താണ് പേയ്മെൻറ്റ് ഡ്യൂ ആസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആസ് നെറ്റ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ലോണ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ അടയ്ക്കാനായിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ നെറ്റ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പുറത്തുള്ള ഇൻവെസ്റ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ്. പിന്നെന്താണ് റെമിറ്റൻസ് ഫോർ ലിവിങ് എക്സ്പെൻസസ് ഓഫ് പേരൻസ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ റിസൈഡിങ് അബ്രോഡ്. അതായത് ഇത്ര കൊടുത്താൽ മതി. ഇപ്പം ഇന്ത്യക്ക് പുറത്താണ് നമ്മുടെ റെസിഡൻറ്റിൻ്റെ സ്പൗസോ ഇല്ലെങ്കിൽ ആരാണ് പേരൻസോ ചിൽഡ്രനോ ഒക്കെ താമസിക്കുന്നെങ്കിൽ അവർക്ക് ഇന്ത്യൻ കറൻസിയിലുള്ള പൈസ കൊടുക്കണമല്ലോ. കാരണം എന്താ, എബ്രോഡിൽ താമസിക്കുന്ന അവർക്ക് അവരുടെ ചിലവ് സംഭവങ്ങളൊക്കെ നടത്താനായിട്ട് നമ്മുടെ റെസിഡൻറ്റ് ക്യാഷൊക്കെ അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ഈ റെസിഡൻറ്റ് കൊടുക്കുന്ന ഇന്ത്യൻ ക്യാഷിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ഫോറിൻ കറൻസിയിലൊക്കെ ആക്കണം. അപ്പോൾ ആ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. പിന്നെ അടുത്തത് പറയുന്നത് എന്താ, എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ഫോറിൻ ട്രാവൽ, എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ കെയർ ഓഫ് പേരൻസ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ. അതായത് ഇത്ര ഓർത്താൽ മതി. അതായത് എന്തെങ്കിലും ഫോറിൻ ട്രാവലുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷന്, എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ആരുടെ ഈ നമ്മുടെ റെസിഡൻറ്റിൻ്റെ സ്പൗസോ ചിൽഡ്രനോ പേരൻസിനോ എന്തെങ്കിലും തരത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചിലവുകൾ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് കൊടുക്കാനായിട്ട് ഒക്കെ അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മുടെ ഈ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിൽ വരും. ഇത്ര ഓർത്താൽ മതി. അതായത് എബ്രോഡിൽ ഉള്ളവർക്ക് നമ്മുടെ ഇന്ത്യൻ റെസിഡൻറ്റ് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈ ഇന്ത്യൻ റെസിഡൻറ്റ് കൊടുക്കുന്നതെല്ലാം ഇന്ത്യൻ കറൻസിയിലാണ്. അത് ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആര് വഴി ആയിരിക്കണം, ഓതറൈസ്ഡ് പേഴ്സൺ വഴി ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിൽ വരുന്നത്. പിന്നെ ഫോറിൻ കറൻസി എന്താണെന്നാണ് പറയുന്നത്. ഫോറിൻ കറൻസി എന്താണെന്ന് വെച്ചാൽ കറൻസി അതർ ദാൻ ഇന്ത്യൻ കറൻസി അല്ലാതെ എന്തും ഫോറിൻ കറൻസി ആയിരിക്കും. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് എന്താണ്, ഡിപ്പോസിറ്റ്, ക്രെഡിറ്റ് ആൻഡ് ബാലൻസ് പേയബിൾ ഇൻ എനി ഫോറിൻ കറൻസി. അതായത് ഇത്രേ ഉള്ളൂ. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പോസിറ്റ്, ക്രെഡിറ്റ്, ബാലൻസ് പേയബിൾ ഒക്കെ നമുക്ക് ഫോറിൻ കറൻസിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയാം. പിന്നെ ഈ ഡ്രാഫ്റ്റ്, ട്രാവലേഴ്സ് ചെക്ക്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ത്യൻ കറൻസിയിലാണ് അതെല്ലാം ഉള്ളത്. അത് പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോറിൻ കറൻസിയിലാണെങ്കിൽ. പിന്നത്തെ കാര്യം ഡ്രാഫ്റ്റ്, ട്രാവലേഴ്സ് ചെക്ക്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്, അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഫോറിൻ കറൻസിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് റിസീവ് ആയിട്ടുള്ളത് ഇന്ത്യൻ കറൻസിയിലാണെങ്കിൽ. ആദ്യത്തെ കേസ് എന്തായിരുന്നു, ഇന്ത്യൻ കറൻസിയിലുള്ളത് നമുക്ക് കിട്ടിയത് ഫോറിൻ കറൻസിയിലേക്ക് ആക്കിയാണെങ്കിൽ, പിന്നെ ഫോറിൻ കറൻസിയിലുള്ളത് നമുക്ക് ഇന്ത്യൻ കറൻസിയിലേക്ക് ആക്കി ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഡ്രാഫ്റ്റ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാമാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ കണ്ടോ പേഴ്സൺസ് ഇൻക്ലൂഡ്. പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ വരും, അതായത് ഇൻഡിവിജ്വൽ വരും, ഒരു HUF വരും, ഒരു കമ്പനി വരും, സ്വയം വരും, ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്, അതായത് AOP, BOI തുടങ്ങിയവർ. പിന്നെ എവറി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് വരും. പിന്നെ ഇനി ഏജൻസി, ഓഫീസർ, ബ്രാഞ്ച് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ സച്ച് പേഴ്സൺസ്. അതായത് ഒരു ഏജൻസി, ഓഫീസ്, ബ്രാഞ്ച് ഇതിനെല്ലാം ഓൺ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പേഴ്സൺസ്, അതായത് ഈ മുകളിൽ പറഞ്ഞേക്കുന്ന പേഴ്സൺസ്, ഇൻഡിവിജ്വൽ, HUF, കമ്പനി, FEMA ഇവരുമെല്ലാമാണ് ഈ ഒരു ഏജൻസി, ഓഫീസിനൊക്കെ ഓൺ ചെയ്തേക്കുന്നെങ്കിൽ അവരും ഈ പേഴ്സണിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്താണ് പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിഡൻറ്റ് ഇത് നോക്കുന്നത്, ഈ സ്റ്റാറ്റസ് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം കഴിഞ്ഞ വർഷം, അതായത് ഇപ്പോഴത്തെ വർഷത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ പുള്ളി റെസിഡൻ്റ് ആണോ നോക്കുന്നത്, ഇതിന് മുന്നത്തെ അതായത് പ്രീവിയസ് ഇയറിലെ സ്റ്റാറ്റസ് അനുസരിച്ചായിരിക്കും. അതായത് പ്രീവിയസ് ഇയറിൽ പുള്ളിക്കാരൻ ഒരു 182 ഡേയ്സ് ഇന്ത്യയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചാണ് നമ്മൾ റെസിഡൻ്റ് ആണോ അല്ലേ എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇനി പറയുന്ന ഒരു 3 കേസുണ്ട്. അതായത് എ പേഴ്സൺ ഹു ഈസ് ഗോൺ ഔട്ട് ഓഫ് ഇന്ത്യ ഓർ ഹു സ്റ്റേസ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ഈതർ കേസ്. അതായത് ഇപ്പം ഇന്ത്യക്ക് പുറത്ത് ഒരാൾ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ട്. അതായത് ഇപ്പം 182 ഡേയ്സ് ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളി ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് വല്ല ജോലിക്കോ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ, പിന്നെന്താണ് ക്യാരിങ് ഔട്ട് എ ബിസിനസ് ഒരു വൊക്കേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ബിസിനസ് ചെയ്യാനോ ഒരു വൊക്കേഷനോ പോയിട്ടുണ്ടെങ്കിൽ, വൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷനാണ്, വൊക്കേഷൻ അല്ല വൊക്കേഷനാണ്, പ്രൊഫഷൻ, എന്തെങ്കിലും പ്രൊഫഷൻ ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റ് ചെയ്യാനായിട്ടോ. പിന്നെ C പോയിന്റ് കണ്ടില്ലേ, എന്താണ് ഫോർ എനി അതർ പർപ്പസസ് ഇൻ സച്ച് സർക്കംസ്റ്റൻസ് ഐ വുഡ് ഇൻഡിക്കേറ്റ് ഹിസ് ഇൻറ്റൻഷൻ ടു സ്റ്റേ ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ അൺസർട്ടൻ പീരിയഡ്. അതായത്
പുള്ളി ഔട്ട്സൈഡ് ഇന്ത്യക്ക് പോയത് എന്തെങ്കിലും ഒരു അൺസർട്ടൺ പീരീഡിലേക്കാണ്. അതായത് ഇനിയും എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിയില്ല, ഒരു സർട്ടനിറ്റി ഇല്ല തിരിച്ചു വരവിനെ പറ്റി. അപ്പം ജോലിക്കോ എന്തെങ്കിലും ബിസിനസ്സിനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ പോയിട്ടുണ്ട്, പുള്ളിയുടെ തിരിച്ചു വരവിനെ പറ്റി ഒരു സർട്ടനിറ്റി ഇല്ല. ഇങ്ങനത്തെ കേസാണെങ്കിൽ ഇവരെ നമ്മൾ ഒരിക്കലും ഇന്ത്യയിലെ റെസിഡൻ്റ് ആണെന്ന് പറയത്തില്ല. ഇനി താഴത്തെ കേസുണ്ട്, എ പേഴ്സൺ ഹൂസ് കം ടു ഓർ സ്റ്റേസ് ഇൻ ഇന്ത്യ ഇൻ എയ്തർ കേസ് അതർവൈസ് ദാൻ. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇനി പുറത്തുള്ള ഒരാൾ ഇന്ത്യയിലേക്ക് വന്നത് ഈ സെയിം പർപ്പസിന് വേണ്ടി, എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ ചെയ്യാൻ, ഇന്ത്യയിൽ ഒരു ബിസിനസ് ഒരു പ്രൊഫഷൻ തുടങ്ങാനായിട്ട്. പിന്നെ ഇന്ത്യയിൽ വന്നത് ഒരു അൺസർട്ടൺ പീരീഡിലേക്കാണ്. പിന്നെ തിരിച്ച് അയാളുടെ സ്വന്തം നാട്ടിലേക്ക്, അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു അൺസർട്ടനിറ്റിയാണ്. എപ്പോഴേലും ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ പുറത്തുനിന്നുള്ള കുട്ടികൾ പഠിക്കാൻ വന്നു. അപ്പം അവർ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അവർക്ക് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാനായിട്ടൊരു അൺസർട്ടനിറ്റി പീരീഡാണ്. അപ്പം അവരെ നമ്മൾ റെസിഡൻ്റ് ആക്കി നമ്മൾ കാണും, പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് കാണും. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ലണ്ടനിലും മറ്റിടത്തുമൊക്കെ പോയി പഠിക്കാൻ പോകുമല്ലോ. അപ്പോൾ അവർക്ക് അവിടെ തന്നെ എന്താണ് ജോലിയൊക്കെ നോക്കി അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനായിട്ട് ഇരിക്കും. അപ്പോൾ അവരുടെ തിരിച്ച് ഇന്ത്യയിലേക്കുള്ള വരവ് ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ അവരെ നമ്മൾ എന്താണ് പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ റെസിഡൻറ്റ് നോക്കുന്ന വേറെ കേസാണ് എനി പേഴ്സണൽ ബോഡി കോർപ്പറേറ്റ് രജിസ്റ്റേർഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. ഇനി റെസിഡൻ്റ് ആണോ അല്ലേ നോക്കുന്ന കേസിൽ ഇന്ത്യയിൽ തന്നെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എന്തായാലും നമ്മൾ എന്താണ് പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിട്ട് കാണും. കാരണം നമ്മുടെ ഇന്ത്യയിലാണ്, അപ്പം റെസിഡൻ്റ് ആണ്. പിന്നെ ഒരു എനി ഓഫീസ് ബ്രാഞ്ച് ഓർ ഏജൻസി ഇൻ ഇന്ത്യ ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി ഒരു നോൺ റെസിഡൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങി, അതായത് നമ്മുടെ ആ ബിസിനസ് സ്ഥാപനം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു, പക്ഷേ അത് ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആണ് എങ്കിൽ പോലും അവരെ നമ്മൾ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയി കാണും. പിന്നെ ഓഫീസ് ബ്രാഞ്ച് ഓർ ഏജൻസി ഔട്ട്സൈഡ് ഇന്ത്യ ഓൺഡ് ഓർ കൺട്രോൾ ബൈ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യൻ റെസിഡൻറ്റ് ഒരു ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഒരു ഫേമോ ബോഡി കോർപ്പറേറ്റോ ഉണ്ടാക്കി, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? നമ്മുടെ റെസിഡൻ്റാണ്. അങ്ങനെ വന്ന കേസിലും എന്താണ് റെസിഡൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. കാരണം എന്താണ്, ഒരു ഇന്ത്യൻ റെസിഡൻ്റാണ് പുറത്ത് പോയി ഓൺ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ഇന്ത്യൻ റെസിഡൻ്റ് ആണല്ലോ, പുള്ളി പുറത്താണ് ജോലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിനെ നമ്മൾ ഇന്ത്യൻ റെസിഡൻ്റായി കാണും. പിന്നത്തെ കേസ് എന്താണ്, പുറത്തുള്ള ഒരാൾ ഇന്ത്യയിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പേഴ്സൺ റെസിഡൻറ്റ് ഇന്ത്യയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എന്ത് തുടങ്ങിയാലും അത് റെസിഡൻ്റ് ആയിട്ട് നമ്മൾ കാണും. കാരണം എന്താ, ഇന്ത്യയിലാണ് ആ സ്ഥാപനത്തിൻ്റെ സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിലാണ് ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ റെസിഡൻ്റ് ആയിട്ട് കാണും. പിന്നെ ഒരു ഇന്ത്യൻ റെസിഡൻ്റ് ആണ് പുറത്ത് ജോലി കൺട്രോൾ ചെയ്യുന്നതെങ്കിലും എന്താണ്, ഓൾറെഡി ഇന്ത്യൻ റെസിഡൻ്റ് ആയതുകൊണ്ട് നമ്മളതിനെ റെസിഡൻറ്റ് ഇന്ത്യ ആയിട്ട് നമ്മൾ കാണും. അതൊക്കെയാണ്. പിന്നെ എന്താണ് 13ാമത്തെ ഇതെന്ന് പറയുന്നത് പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആരാണെന്നാണ്. അതായത് ഇത്ര ഓർത്താൽ മതി, പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെസിഡൻറ്റ് അല്ലാത്ത ആരെയും നമ്മൾ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്നാണ്. പിന്നെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും സെയിൽസ്, പർച്ചേസ്, എക്സ്ചേഞ്ച്, മോർട്ടേജ്, പ്ലഡ്ജ്, ഗിഫ്റ്റ് ലോൺ അങ്ങനത്തെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ, അതായത് ടൈറ്റിൽ, പൊസഷന്, അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്, അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയണത്. ഇത്ര ഓർത്താൽ മതി, ഒരു 182 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ ഒരാൾ സ്ഥിതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പേഴ്സൺ റെസിഡൻ്റ് ആയിട്ട് നമ്മൾ കാണും. 182 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 182 ഡേയ്സ് മോർ ദാൻ, അതായത് 183 ഡേയ്സ് എങ്കിലും ഇന്ത്യയിലുണ്ടെങ്കിൽ അവരെ നമ്മൾ റെസിഡൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇത്ര ഓർത്താൽ മതി, ഇന്ത്യയിലെ ഒരു സ്ഥാപനം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി റെസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ 3 കേസ് നമ്മളിപ്പോൾ പറഞ്ഞു, അവരെ ഒരിക്കലും നമ്മൾ റെസിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം എന്താണ്, എംപ്ലോയ്മെൻറ്റിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ, ബിസിനസ് വൊക്കേഷനൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ, അൺസർട്ടനിറ്റി പീരീഡിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുള്ളവരെ നമ്മൾ ഒരിക്കലും റെസിഡൻ്റ് ആയിട്ട് കാണില്ല. ഇപ്പം ഒരാൾ നമ്മുടെ ഇവിടെ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സിനേക്കാൾ കൂടുതൽ ദിവസം ഇവിടെ നിന്നു, എന്നിട്ടാണ് ആ പുള്ളി പുറത്തേക്ക് പോയിട്ട് ജോലിക്കോ മറ്റെന്തിനോ പോയെങ്കിൽ പോലും ഇവരെ ഒരിക്കലും നമ്മൾ റെസിഡൻ്റ് ആയിട്ട് കാണത്തില്ല. അതാണ് ഇവിടെ പറയണത്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ദ പേഴ്സൺ ഷുഡ് ഹാവ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഫോർ മോർ ദാൻ 182 ഡേയ്സ്. സിറ്റിസൺഷിപ്പ് ഈസ് നോട്ട് ദി ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമൈൻ വെദർ ഓർ നോട്ട് എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ഇപ്പോൾ ഒരാൾ 182 ഡേയ്സ് ഇവിടെ നിന്നെങ്കിൽ പോലും അയാൾ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുറത്ത് പോയതെങ്കിൽ പോലും അയാളെ റെസിഡൻ്റ് ആയിട്ട് കാണില്ല, നമ്മൾ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിൽ പറയണത്. അപ്പോൾ തിരിച്ചൊരാൾ പുറത്തുള്ളവർ നമ്മുടെ ഇന്ത്യയിൽ വന്നാലും ഇങ്ങനെ തന്നെയാണ് നോക്കേണ്ടത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ പേഴ്സൺ resides in India for more than 182 days during financial year 2021, then for the financial year 21-22 the person will be an Indian resident. അതായത് 2021 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഒരാൾ ഇന്ത്യയിൽ മോർ ദാൻ 182 ഡേയ്സ് സ്റ്റേ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏതാ, 21-22 അല്ലേ?
അപ്പോൾ ആ വർഷം നോക്കുമ്പോൾ അയാൾ എന്താണ് റെസിഡൻ്റ് ആണ്. കാരണം എന്താണ്, നാം പറഞ്ഞു ആദ്യം തന്നെ ഈ വർഷത്തെ റെസിഡൻ്റ് ആണോ അല്ലയോ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ 182 ഡേയ്സ് നിന്നോ എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. അപ്പം ഈ വർഷം എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞേക്കുന്നത് ഏതാ 21-22 പുള്ളിക്കാരൻ റെസിഡൻ്റ് ആണോ നോക്കുന്നത് 2021 സ്റ്റാറ്റസ് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ 2021 പറയുന്നുണ്ട് 182 ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ 182 ഡേയ്സ് സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ 21-22 പുള്ളി റെസിഡൻ്റ് ആണ്. പിന്നെ പറയുവാണ് ദ പേഴ്സൺ വിൽ ബി ആൻ ഇന്ത്യൻ റെസിഡൻറ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2021 വിൽ ഹാവ് ടു കൺസിഡർ ഡ്യൂറിങ് ഫിനാൻഷ്യൽ ഇയർ. അതായത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഏതാ 21-22 പുള്ളി റെസിഡൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. എന്തിൻ്റെ ബേസിസിൽ? തൊട്ട് തലേ പ്രീവിയസ് ഇയറിലായ 2021 182 ഡേയ്സ് നിന്നു എന്നുള്ളതാണ്. ഇനി പറയുന്നത് 2021 നമ്മൾ നോക്കുക, ആ വർഷം പുള്ളി റെസിഡൻ്റ് ആണോ നോക്കണേ നമ്മൾ എന്ത് നോക്കണം? അതിൻ്റെ തലേ വർഷമായ 2019-20 പുള്ളി റെസിഡൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കിയതിൻ്റെ ബേസിസിലാണ് നമ്മൾ 2021 റെസിഡൻ്റ് ആണോ എന്ന് നോക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് പേഴ്സൺ കംസ് ടു ഇന്ത്യ ഓൺ 1st June 2021 for visiting his parents, however his parents fall sick and he stays till 31st March 2022. Thereafter he continues to stay in India. It is however certain that he will live in India in next 6 months when his parents recover. അതായത് 1st June 2021 ഇന്ത്യയിലേക്ക് ഒരാൾ വന്നു പേരൻസിനെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ പേരൻസിന് സിക്കായി. പിന്നെ പുള്ളിക്കാരൻ 31st March 2022 വരെ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തു. അപ്പോൾ 1st June തൊട്ട് 31st March 2022 വരെ, അതായത് ഫിനാൻഷ്യൽ ഇയർ 21-22 എന്തായാലും 182 ഡേയ്സിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. thereafter he continues stays in India. പിന്നെയും പുള്ളി ഇന്ത്യയിൽ സ്റ്റേ ചെയ്തു. എന്തായാലും അടുത്ത നെക്സ്റ്റ് സെൻറ്റൻസ് കണ്ടില്ലേ, however certain that he will live in India next 6 months. അതായത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് 6 monthsനുള്ളിൽ എന്തായാലും ഇന്ത്യയിൽ നിന്ന് അയാൾ തിരിച്ച് പോകും, ഔട്ട്സൈഡിലേക്ക് പോകും. പിന്നെ പറയുന്നത് ഹി സ്റ്റേസ് ഇൻ ഇന്ത്യ നെയ്തർ ഫോർ എംപ്ലോയ്മെൻറ്റ് നോർ ഫോർ സർക്കംസ്റ്റൻസ് ഷോസ് ദാറ്റ് ഹി സ്റ്റേസ് ഇൻ ഇന്ത്യ ഫോർ ആൻ അൺസർട്ടൻ പീരീഡ്. ഇൻ സച്ച് കേസ് ഈവൻ ഹീസ് റെസിഡൻറ്റ് ഇന്ത്യ ഫോർ മോർ ദാൻ 182 ഡേയ്സ്. അത് ഇത്ര കൊടുത്താൽ മതി. അതായത് ഈ 21-22 പുള്ളിക്കാരൻ 182 ഡേയ്സിനുള്ളിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏതാ 22-23 അല്ലേ നോക്കേണ്ടത്. 21-22 22-23 പുള്ളി റെസിഡൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് ഹി വിൽ ലീവ് ഇൻ ഇന്ത്യ നെക്സ്റ്റ് 6 മന്ത്സിനുള്ളിൽ തിരിച്ച് പുള്ളി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഇന്ത്യയിലേക്ക് ഒരാൾ എംപ്ലോയ്മെൻറ്റിനോ മറ്റ് കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളീനെ നമ്മൾ റെസിഡൻ്റ് ആയിട്ട് കാണും. പക്ഷേ ഈ പുള്ളി എന്തെങ്കിലും ബിസിനസ്സിന് വന്നതാണോ? അല്ല, ബിസിനസ്സിന് വന്നതല്ല, പിന്നെ പ്രൊഫഷൻ ചെയ്യാൻ വന്നതല്ല, എംപ്ലോയ്മെൻറ്റിന് വന്നതല്ല, ഒരു അൺസർട്ടൻ പീരീഡിന് വന്നതല്ല. കാരണം എന്താണ്, തിരിച്ച് 6 മാസത്തിനുള്ളിൽ തിരിച്ച് പോകും. അപ്പോൾ ഈ പുള്ളി എന്താണ്, നമ്മുടെ റെസിഡൻ്റ് അല്ല, നോട്ട് റെസിഡൻ്റ് ആണ്. അതായത് പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെ അങ്ങനെ എംപ്ലോയ്മെൻറ്റിന് വന്നൊന്നുമല്ല, പേരൻസിനെ കാണാൻ വന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത കണ്ടില്ലേ, ഈ ലാസ്റ്റത്തെ ഒരു ഓഫീസ്, ബ്രാഞ്ച് ഓർ ഏജൻസി, എനി ഏജൻസി ഓർ ഏജൻസി ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ PRRI വിൽ ബി കൺസിഡർഡ് ആസ് പേഴ്സൺ റെസിഡൻറ്റ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതായത് ഒരു ഏജൻസിയോ ബ്രാഞ്ചോ ഇന്ത്യക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്, അത് പക്ഷേ ഓൺ ചെയ്യുന്നത് നമ്മുടെ റെസിഡൻ്റ് ആണ്. ഇന്ത്യൻ റെസിഡൻ്റ് ആണെങ്കിൽ നമ്മൾ അവരെയും പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിട്ട് കാണും. പിന്നെ അടുത്ത സെൻറ്റൻസ് കണ്ടില്ലേ, ഇനി ഏതെങ്കിലും ഏജൻസി ബ്രാഞ്ച് ഒക്കെ ഓൺ ചെയ്യുന്നത് ഒരു ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഒരാളാണ്, ഒരു നോൺ റെസിഡൻ്റ് ആണ് ഇന്ത്യയിലുള്ള ഒരു സംഭവം ഓൺ ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ റെസിഡൻ്റ് ആയിട്ട് കാണും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 1. മിസ്റ്റർ എക്സ് ഹാഡ് റിസൈഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 90-20 ഫോർ ലെസ് ദാൻ 182 ഡേയ്സ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ 90-20 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ മിസ്റ്റർ എക്സ് ഇന്ത്യയിൽ 182 ഡേയ്സിനേക്കാൾ കുറവ് ദിവസമേ നിന്നിട്ടുള്ളൂ. ഈ ഹാഡ് കം ടു ഇന്ത്യ ഓൺ 1st April 2020 ഫോർ ക്യാരിങ് ഓൺ ബിസിനസ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ 1st April 2020 വന്നു. ഈ ഇൻറ്റൻഡ് ടു ലീവ് ദ ബിസിനസ് ഓൺ April 30, 2021 ലീവ് ഇന്ത്യ ഓൺ June 30, 2021. അതായത് ജോലി ചെയ്യാനായിട്ട് വന്നത് April 1, 2020 വന്നു. എന്നിട്ട് ജോലിയൊക്കെ ചെയ്ത് April 30, 2021 വരെ ജോലി ചെയ്തു. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് June 30, 2021 പോയി. എന്നിട്ട് പുള്ളിയുടെ സ്റ്റാറ്റസ് നോക്കാനാണ് പറയുന്നത്. എന്ന് 2020, 21, 21, 22 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാനാണ്. അതായത് പേഴ്സൺ റെസിഡൻറ്റ് ഇന്ത്യ ആണോ ഔട്ട്സൈഡ് ഇന്ത്യ ആണോ എന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ഒരു ഫിനാൻഷ്യൽ ഇയർ നോക്കണമെങ്കിൽ ഒരു കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ സ്റ്റാറ്റസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയറിലെ പുള്ളി 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ നിന്നിട്ടുണ്ടോ എന്ന ബേസിസിലാണ്. അപ്പോൾ ഇവിടെ 2021 എന്ന് പറയുന്ന കറണ്ട് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ എടുത്താൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ഏത് വരും? 90-20 വരും. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യമേ പറയുന്നുണ്ട് 90-20 182 ഡേയ്സ് നിന്നിട്ടില്ല എന്ന്. അപ്പോൾ അത് റെസിഡൻറ്റേ അല്ല.
അപ്പം 2021 പുള്ളി റെസിഡൻ്റ് അല്ല. പിന്നെ പറയുന്നത് 21-22 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ നോക്കിയത്. അപ്പം 21-22 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാനായിട്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ഏതെടുക്കണം? 2021 എടുക്കണം. അപ്പോൾ 2021 പുള്ളി ബിസിനസ് ചെയ്യാനായിട്ട് വന്നത്. കണ്ടില്ലേ, April 1, 2020 ബിസിനസ് ചെയ്യാൻ വന്നു. April 30, 2021 വരെ ബിസിനസ് ചെയ്തു. അപ്പം April 1 തൊട്ട് അടുത്ത April 30 വരെ 182 ഡേയ്സിൽ കൂടുതലല്ലേ? 182 ഡേയ്സിൽക്കാൾ കൂടുതൽ ദിവസം 2021 എന്ന് പറയുന്ന ഇയറിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ 21-22 പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് നിന്നതുകൊണ്ട് പുള്ളി എന്താണ്? പേഴ്സൺ റെസിഡൻ്റ് ആണ്. ഇനി നമുക്ക് ഇല്ലുസ്ട്രേഷൻ 2 നോക്കാം. Mr. Z had resided in India during the financial year 1920. He left India on 1st August 2020 for US for pursuing high studies for 3 years. What would be his residential status during financial year 2021 and during 21-22? മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഇസഡ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 1920 നിന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? മോർ ദാൻ 182 ഡേയ്സ് ഓൾറെഡി നിന്നിട്ടുണ്ട്. അപ്പം പേഴ്സൺ റെസിഡൻ്റ് ആണ്, ഓൾറെഡി 1920 അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് 2021. അപ്പോൾ ഈ 2021 എന്ന് പറയുന്ന കറണ്ട് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ എടുത്താൽ അതിൻ്റെ പ്രീവിയസ് ഇയർ എന്തായിരിക്കും? 1920 അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ തന്നെ 1920 റെസിഡൻ്റ് ആണെന്ന്. 182 ഡേയ്സിൽ കൂടുതൽ നിന്നിട്ടുണ്ട്. അപ്പം പുള്ളി റെസിഡൻ്റ് ആണ്. അപ്പം കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആയ 2021 നമ്മൾ എടുത്താൽ അതിൻ്റെ പ്രീവിയസ് ഇയർ 182 ഡേയ്സ് നിന്നതുകൊണ്ട് പുള്ളി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ പറയേണ്ടതാണ് ഈ ലെഫ്റ്റ് ഇന്ത്യ ഓൺ 1st August 2020 പുറത്തോട്ട് പോയി 3 വർഷക്കാല പഠിത്തത്തിന് വേണ്ടിയിട്ട്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? 21-22 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ 21-22 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എടുക്കണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ആയ 2021 നോക്കണം. അപ്പം പ്രീവിയസ് ഇയർ 2021 നോക്കുമ്പോൾ പുള്ളി എവിടെയാണെന്നാണ് പറയുന്നത്? US ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 3 വർഷക്കാല കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്വസ്റ്റ്യനിൽ ഇത്ര നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം. ആദ്യം നമ്മൾ പറഞ്ഞു 2021 182 ഡേയ്സ് നിന്നുകൊണ്ട് പേഴ്സൺ റെസിഡൻ്റ് ആണ്. പിന്നെ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അതായത് ഇത്രയാണ് പറയുന്നത്. ഈ RBI ഒരു ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു സർക്കുലർ നമ്പർ 45 പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റുഡൻസ് ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ, പഠിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ നോൺ റെസിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കാരണം ഇപ്പം ഇത്ര കാലത്തെ കോഴ്സിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് പുറത്ത് പോയാലും ചിലപ്പം പാർട്ട് ടൈം ജോലിയും എടുത്ത ലോണിനൊക്കെ തിരിച്ച് കാശൊക്കെ അടക്കാനായിട്ട് പിള്ളേർ അവിടെ തന്നെ ജോലി ചെയ്തിട്ട് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കും. അപ്പം തിരിച്ചവർ ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. പഠിച്ചിട്ട് അവിടെ തന്നെ ജോലി നോക്കാനല്ലേ എല്ലാവരും നോക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ നോൺ റെസിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് RBI പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ഈ സ്റ്റുഡൻറ്റ് US പഠിക്കാൻ പോയതാണ്. അപ്പോൾ ഈ 21-22 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ 2021 ഓൾറെഡി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഇയറിൽ ആ പുള്ളി പറയുന്നത് നോൺ റെസിഡൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇനി ഇല്ലുസ്ട്രേഷൻ 3 നമുക്ക് നോക്കാം. ഒരു ടോയ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കമ്പനിയാണ്. അവർക്ക് സെവറൽ ബിസിനസ് യൂണിറ്റ്സ് എല്ലായിടത്തും ഉണ്ട്. പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് ഹാസ് എ റോബോട്ടിക് യൂണിറ്റ് വിത്ത് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ മുംബൈ ആൻഡ് ഹാസ് ബ്രാഞ്ച് ഇൻ സിംഗപ്പൂർ. അതായത് നമ്മുടെ മുംബൈയിൽ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, ഇന്ത്യയിലുണ്ട്. പിന്നെ ഒരു ബ്രാഞ്ച് അവർക്ക് സിംഗപ്പൂരിലും ഉണ്ട്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് മുംബൈ കൺട്രോൾസ് ദ സിംഗപ്പൂർ ബ്രാഞ്ച് ഓഫ് ദ റോബോട്ടിക് യൂണിറ്റ്. വാട്ട് വുഡ് ബി ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് റോബോട്ടിക് യൂണിറ്റ് ഇൻ മുംബൈ ആൻഡ് ദാറ്റ് ഓഫ് ദ സിംഗപ്പൂർ ബ്രാഞ്ച്? നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു, ഒരു പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഒരു ബ്രാഞ്ചോ ഓഫീസസോ വല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ ടോയ് എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനിക്ക് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലുണ്ട്. അപ്പോൾ മുംബൈനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. പിന്നെ ഇവർക്കൊരു ബ്രാഞ്ച് സിംഗപ്പൂരിലുണ്ട്. ആ സിംഗപ്പൂരിലെ ബ്രാഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? മുംബൈ ബ്രാഞ്ചാണ്. നമ്മൾ പിന്നെയും പഠിച്ചായിരുന്നു, ഇന്ത്യയിലെ ഇന്ത്യൻ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള എന്തിനേലും കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും പേഴ്സൺ റെസിഡൻറ്റ് ഇന്ത്യ ആയിട്ട് കാണും. അപ്പോൾ ഇന്ത്യൻ റെസിഡൻ്റായ മുംബൈ ഔട്ട്സൈഡ് ഇന്ത്യയിലായ സിംഗപ്പൂരിനെ കൺട്രോൾ ചെയ്യുമ്പം സിംഗപ്പൂരും എന്തായിരിക്കും? പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇല്ലുസ്ട്രേഷൻ 4 നോക്കാം. സാലിയ എന്ന് പറയുന്ന ഒരു എയർ ഹോസ്റ്റസ് ആണ്, ബ്രിട്ടീഷ് എയർവേയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെന്താണ്? ഡ്യൂറിംഗ് ദ ബ്രേക്ക് ഹീസ് അക്കോമഡേറ്റഡ് ഇൻ ബേസ് വിച്ച് ഈസ് നോർമലി ദിസ് വെയർ ദ എയർലൈൻ ഇസ് ഹെഡ്ക്വാർട്ടേഡ്. ഹൗവർ ഫോർ സെക്യൂരിറ്റി കൺസിഡറേഷൻ ഷീ ബേസ്ഡ് ഇൻ Mumbai. During the financial year, she was accommodated at Mumbai for more than 182 days. What would be her residential status under FEMA? അതായത് സാലിയ എന്ന് പറയുന്നത് ഒരു എയർ ഹോസ്റ്റസ് ആണ്, ബ്രിട്ടീഷ് എയർവേസിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരത്തി എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺ കൊണ്ട് മുംബൈയിൽ വന്ന് സ്റ്റേ ചെയ്തു. 182 ഡേയ്സിനേക്കാൾ കൂടുതൽ ദിവസം ഇന്ത്യയിൽ സ്റ്റേ ചെയ്തു ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പം പുള്ളിക്കാരത്തിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയാം 182 ഡേയ്സ് പുള്ളിക്കാരത്തി സ്റ്റേ ചെയ്തു എന്നതുകൊണ്ട് അവർ ഇന്ത്യൻ റെസിഡൻ്റ് ആകുമോ? ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ഒരാൾ ഇന്ത്യൻ റെസിഡൻ്റ് ആണെങ്കിൽ 182 ഡേയ്സിന് കൂടുതൽ സ്റ്റേ ചെയ്തെങ്കിലും അവർ
എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റ്, വെക്കേഷന്, അൺസർട്ടൻ പീരീഡിന് വേണ്ടിയിട്ട് വന്നെങ്കിൽ മാത്രമേ അവരെ നമ്മൾ റെസിഡൻ്റായിട്ട് കാണത്തുള്ളൂ. ഇവിടെ ആലിയ എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ വന്നതാണോ, ഒരു എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ വന്നതാണോ, ഒരു അൺസർട്ടനിറ്റി പീരീഡിലേക്ക് വന്നതല്ല. പുള്ളിക്കാരത്തി വർക്ക് ചെയ്യുന്ന ആ എയർവേസിൻ്റെ എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺ കൊണ്ട് ഇന്ത്യയിൽ 182 ഡേയ്സിനേക്കാൾ കൂടുതൽ സ്റ്റേ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് പുള്ളിക്കാരത്തിയുടെ നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം എന്താണ്, ഇവിടെ 182 ഡേയ്സ് സ്റ്റേ ചെയ്തത് കൊണ്ട് പേഴ്സൺ റെസിഡൻ്റ് അല്ല, പുള്ളിക്കാരത്തി നോൺ റെസിഡൻ്റ് ആണ്. കാരണം ജോലിക്കും എംപ്ലോയ്മെൻറ്റിനും ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വന്നതല്ല. സോ നമുക്ക് ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. പുള്ളിക്കാരത്തിയുടെ നാട്ടിലേക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും. അപ്പം ഇവിടെ ഈ കേസിൽ ഷീ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് പേഴ്സൺ റെസിഡൻറ്റ് ഇന്ത്യ. സോ ഷീ ഈസ് ദി കൺസിഡേർഡ് ആസ് നോൺ റെസിഡൻറ്റ്. ലാസ്റ്റ് സെൻറ്റൻസ് പറയുന്നുണ്ട്, ഈ however she has been employed in Mumbai branch of British Airways, then she will be considered as person resident in India. ഇനി പുള്ളിക്കാരത്തി ഇവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ശരി, എന്നാൽ ഏതായാലും ഇത്ര സ്റ്റേ ചെയ്താലേ, എന്നാൽ മുംബൈ ബ്രാഞ്ചിൽ എന്നാൽ ജോലിക്ക് കയറാമെന്നോർത്ത് ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഒരു എംപ്ലോയ്മെൻറ്റിന് വന്നതായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. മിസ് ആലിയ എന്ന് പറയുന്ന ആളെ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സെക്ഷൻ 3, റെഗുലേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഡീലിംഗ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് എക്സെട്ര. ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ പേഴ്സൺ ഷാൽ, അതായത് താഴെ പറയുന്ന ഈ കണ്ടീഷൻസ്, ഒരു ABCD ഇത്രയും കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. കാരണം നോ പേഴ്സൺ ഷാൾ ഡീൽ ഇൻ ഓർ ട്രാൻസ്ഫർ എനി ഫോറിൻ എക്സ്ചേഞ്ച് ഓർ ഫോറിൻ സെക്യൂരിറ്റി ടു എനി പേഴ്സൺ നോട്ട് ബീങ് ആൻ ഓതറൈസ്ഡ് പേഴ്സൺ. അതായത് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ സെക്യൂരിറ്റി, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രാൻസ്ഫർ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ അല്ലാതെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഓതറൈസ്ഡ് പേഴ്സൺ വഴി അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ട്രാൻസ്ഫർ നടത്താൻ പാടില്ല, നമ്മൾ പഠിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇത് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഹവാല ട്രാൻസാക്ഷൻസ് എന്ന് പറയും. അപ്പോൾ നെക്സ്റ്റ് ഇതിനൊരു എക്സാമ്പിൾ കണ്ടില്ലേ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിന് എക്സാമ്പിൾ pertaining to clause A, dealing in foreign exchange. A PROI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ comes to India and would like to sell $1,000 to his friend who is resident in India. The friend offer him a rate better than the bank. This cannot done. അതായത് ഒരു പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യയിൽ വന്നിട്ട് അയാളുടെ ഫ്രണ്ടായ ഇന്ത്യൻ റെസിഡൻ്റ് ആയ ഒരാൾക്ക് $1,000 ഒരു 1000 രൂപ കൊടുത്തു. അപ്പം ബാങ്ക് കൊടുക്കുന്നേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഈ ഫ്രണ്ട് തിരിച്ച് നോൺ റെസിഡൻറ്റിന് ആ $1,000 തുല്യമായി ഇന്ത്യൻ കറൻസി കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഫോറിൻ എക്സ്ചേഞ്ച് അല്ലേ, അത് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഫ്രണ്ട് എന്ന് പറയുന്ന ആൾ ഓതറൈസ്ഡ് പേഴ്സൺ അല്ല, ഓതറൈസ്ഡ് ആയിട്ടുള്ള മണി ഡീലറൊന്നും അല്ല. സോ അത് പറ്റത്തില്ല എന്നാണ് പറയണത്. ഈ സെക്കൻഡ് കണ്ടീഷൻ കണ്ടില്ലേ, ഇത് മേക്ക് എനി പേയ്മെൻറ്റ് ടു ഓർ ഫോർ ദി ക്രെഡിറ്റ് ഓഫ് എനി പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ എനി അതർ മാനർ. അതായത് ഒരു നോൺ റെസിഡൻറ്റിന് വേണ്ടി എന്തെങ്കിലും ഒരു ക്രെഡിറ്റ്, പേയ്മെൻറ്റ് ഒന്നും ഒരു റെസിഡൻറ്റിന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതിനൊരു എക്സാമ്പിളാണ് ക്ലോസ് B നോക്കാം. ഒരു നോൺ റെസിഡൻറ്റിന് ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അപ്പം നോൺ റെസിഡൻറ്റിൻ്റെ ബ്രദർ ഇന്ത്യയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം അയാൾക്ക് വേണ്ടി, നോൺ റെസിഡൻറ്റിന് വേണ്ടി ഇന്ത്യയിലുള്ള ആൾ ആ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാനായിട്ട് പറയുന്നു. അത് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒരു നോൺ റെസിഡൻറ്റിന് വേണ്ടി ഒരു റെസിഡൻറ്റ് പേയ്മെൻറ്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ കേസാണ്, receive otherwise than through an authorized person any payment by order or behalf of any other person resident outside India in any other manner. അതായത് ഇത്ര ഓർത്താൽ മതി. ഒരു എക്സാമ്പിൾ ഉണ്ട്. A foreign tourist comes to India and he takes food at a restaurant. He would like to pay $20 in cash to the restaurant. The restaurant cannot accept cash at will a receipt otherwise than through authorized person. The restaurant will have to take a money changes license to accept foreign currency. ഇവിടെ പറയുന്നുണ്ട്, എന്ത് പേയ്മെൻറ്റ് ഒരു നോൺ റെസിഡൻറ്റുമായിട്ട് നടത്തണമെങ്കിൽ അത് ഓതറൈസ്ഡ് പേഴ്സൺ വഴി ആയിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന കേസ്, ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം ആ റെസ്റ്റോറൻറ്റുകാരന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബില്ല് കൊടുത്തത് $1 കൊടുത്തു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ അത് വാങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണ്, ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ എന്ന് പറയുന്ന ആളൊരു ഓതറൈസ്ഡ് പേഴ്സൺ ആണോ? ആണെങ്കിൽ അതിനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് ആ നോൺ റെസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് $1 വാങ്ങാൻ പറ്റും. ഇല്ലെങ്കിൽ അത് വാങ്ങാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഇനി D നോക്കാം. In enter into any financial transaction in India's consideration for or in association with the acquisition or creation or transfer of right to acquire any asset outside India by any person. അതായത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ പുറത്ത് ഒരു അസറ്റ് വാങ്ങാനായിട്ട് ഇന്ത്യയിൽ വെച്ചുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്, ഇന്ത്യക്ക് പുറത്ത് ഒരു അസറ്റോ വല്ല വാങ്ങാനായിട്ട് ഇന്ത്യയിൽ വെച്ചുകൊണ്ട് ഒരു ട്രാൻസാക്ഷനിലും ഏർപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്.